അപ്പോൾ ഇതേ സമയം രാവിലെ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളൊരു 15 കിലോമീറ്റർ കവർ ചെയ്ത് കൂത്താളിലെത്തി കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ ഒരു ചായ കുടിച്ചിട്ടങ്ങ് പോയേക്കെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ആഫ്റ്റർ 20 കിലോമീറ്റേഴ്സ് നമ്മൾ പണ്ടപ്പള്ളി എത്തി. അപ്പോൾ ദേ പണ്ടപ്പള്ളി എത്തി, നമ്മുടെ വൈശാഖ് ബ്രോയും എത്തി. പോയേക്കാം ബ്രോ, പോയേക്കാം. ഹേ വാട്ട്സപ്പ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ദേ നമ്മുടെ പ്രോപ്പർ ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ദേ നമ്മളിപ്പോൾ നിൽക്കുന്നത് മണിയന്ത്രമുടിയുടെ താഴത്താണ്. അതെ, ഞാനും ഉണ്ട്, നമ്മുടെ വൈശാഖ് ബ്രോയും ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ 4:30 ആയപ്പോൾ ഇറങ്ങി അല്ലേ? 4:30 ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഇത് വൈശാഖ് ബ്രോയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്? 12 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ അറിയാം, നല്ല വ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ കോടയൊന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം ഇതിപ്പം മാർച്ച് ആകാറായി. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, അത്യാവശ്യം നല്ല ക്ലൈംബാണ്. പക്ഷേ കോൺക്രീറ്റ് വഴിയാണ്. പക്ഷെ കുറച്ചുകൂടെ ഹൈക്കൊക്കെ ചെയ്യാനുണ്ടല്ലേ ബ്രോ? അപ്പോൾ എന്താണേലും മോശമായിരുന്നല്ലേ? ഓക്കെ, ഇത് ഈ ഇടയ്ക്ക് ചെയ്താന്ന് തോന്നുന്നു, കണ്ടിട്ടൊക്കെ അങ്ങനെ തോന്നുന്നു. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് ഹൈക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 സൈക്കിളൊക്കെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നു വിചാരിക്കുന്നു. വഴിയില്ലല്ലേ? ഓക്കെ. അപ്പോൾ എന്താണേലും പൊക്കി എടുത്തുകൊണ്ട് പോകണം. അപ്പം അതെ, റൈഡ് പ്ലസ് ഹൈക്കിങ്. അപ്പോൾ ഇതിൽ ഇനി അധികം വെയിലാകുന്നതിന് മുമ്പ് തിരിച്ചിറങ്ങേണ്ടതുകൊണ്ട് നമുക്ക് കയറിയേക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ വൈശാഖ് ബ്രോയുടെ വണ്ടിയുടെ കാസറ്റൊക്കെ മാറ്റി 36 റിങ്ങൊക്കെ ആക്കി കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുവാണ്. അയ്യോ, അത് വേറെ സാധനം. അതാണ് MDHന്റെ പെഡൽ. ഇത് എത്രയും ബ്രോ? 3150 രൂപ. പക്ഷെ ഇത് ഉണ്ടോ? എന്റെ പൊന്നെ, കടത്ത് കറങ്ങണ കണ്ടോ? അപ്പോൾ 36 റിങ്ങിൽ ഞാൻ ഒന്ന് ചവിട്ടി നോക്കട്ടെ. അയ്യോ, ഫ്രണ്ട് ഓക്കെ. അല്ലല്ല, ഫ്രണ്ട് പോകും. ആ സൗണ്ട് അല്ലേ? അയ്യ, ഇതെന്താ ബ്രോ? സിമ്പിള്. എൻ്റെ പൊന്നെ പൊളി. പക്ഷെ ഫ്രണ്ട് പൊങ്ങും കേട്ടോ. കിടു സോ സിമ്പിൾ ബ്രോ, സിമ്പിൾ. എൻ്റെ പൊന്നെ 1136 കേട്ടോ. നല്ല അത്യാവശ്യം എത്ര ഒരു ഗ്രേഡ് 8% പറയാം. ഗ്രേഡുള്ള ക്ലൈംബ് കേട്ടോ. 8 to 10 കാണും. ബ്രോയുടെ വണ്ടിയിൽ ഞാൻ ഈ 36 റിങ്ങിലിട്ട് ചവിട്ടുവാണ്. ഈസി, വെരി ഈസി മാൻ. ഇത് നമ്മളിവിടെ നിർത്തുവാണ്, കാരണം വൈശാഖ് ബ്രോ നമ്മുടെ വണ്ടി തള്ളിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളാ ഒരു ക്ലൈംബ് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് നിരപ്പായ ഒരു സ്ഥലത്തെത്തിട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ കണ്ടോ, പൊള്ളി. അപ്പോൾ നമ്മൾ കുരിശിൻ്റെ വഴി പോണ മലയാട്ടോ. അപ്പോൾ 1ാം സ്ഥലമാണ്. 14 സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ 1ാം സ്ഥലത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ 14 ടോപ്പിൽ എനിക്കൊന്നൊരു കുരിശൊക്കെ ഉണ്ട്. ജസ്റ്റ് ഫോട്ടോസ് നോക്കിയപ്പോൾ തന്നെ ഒരു വലിയ കുരിശുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വരെ ചെല്ലും. അവിടെ വരെ നമ്മൾ കുറച്ച് സൈക്കിൾ പൊക്കിക്കൊണ്ട് പോകണം. അപ്പോൾ എന്താണേലും മുമ്പോട്ട് പോയേക്കാം. അപ്പോൾ നമ്മുടെ നോയമ്പൊക്കെയാണ് ഇപ്പം. അപ്പോൾ നമ്മുടെ ഈസ്റ്ററൊക്കെ ആകുന്നതിന് മുമ്പ്, അതായത് ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആണ് മെയിൻ കുരിശിൻ്റെ വഴി. ഓക്കെ. അപ്പോൾ നമ്മുടെ ദുഃഖ വെള്ളിക്ക് മുന്നേ ഒക്കെ ടാർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ടാറിൻ്റെ വീപ്പൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഹോളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ ടാറിങ് ഉണ്ടാവും. രണ്ടാം സ്ഥലം ആയതേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ക്ലൈംബ് കിടക്കുന്നു. മോനെ, ക്ലൈംബ് കിടക്കണ കണ്ടോ? ക്ലൈംബ്. നമ്മൾ 5ാം സ്ഥലം എത്തിയുള്ളൂ. ഇത് തന്നെയല്ലേ വഴി മലയിലേക്ക്? ഓ, അപ്പുറത്ത് വേറെ വഴി ഉണ്ടായിരുന്നല്ലേ? ആ വഴിയുണ്ടോ മേളിൽ വരെ? വഴിയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തന്നെ പോലെ ഇടത്തേക്ക് പോകല്ലേ? ശരി ചേച്ചി. അതെ, നമ്മൾ മറ്റേ കുരിശുമല ബോർഡ് കണ്ടപ്പോഴത്തേനും നമ്മൾ നേരെ കയറി പോന്നു. ഇത് നടന്നു പോണ വഴി.
എന്നാൽ പിന്നെ തുടങ്ങിക്കോ ബ്രോ. നമ്മൾ ഈ മലയാറ്റൂരുമൊക്കെ കുരിശ് മല കയറാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ ആഹാ ഇതാണോ വഴി? അതെ അതെ ആ കുറച്ച് ചെല്ലുമ്പോൾ എന്തോ റോഡുണ്ടെന്നല്ലേ പറഞ്ഞ. ഇനിയിപ്പോൾ നമ്മുടെ വൈശാഖ് ബ്രോ പറഞ്ഞ പോലെ റൈഡ് ഹൈക്ക് അതെ ചവിട്ടുക. അതെ മണിയന്ത്രം എന്നാണോ യന്ത്രം? മണിയന്ത്രം മണി പ്ലസ് യന്ത്രം ടു മണിയന്ത്രം. വഴി അങ്ങനെ കിടക്കുവാണ് ഗൈസ്, തീരണില്ല. അടുത്ത ക്ലൈംബ് ഞാൻ പിന്നെ മറ്റേ ഇതിൽ കമൻ്റ് ആയിട്ട് ഇട്ടതാ. ഓക്കെ 9ാം സ്ഥലത്തെത്തി. ഹെയർപിന്നാന്ന് തോന്നുന്നു. ഹെയർപിൻ എല്ലാം ഉണങ്ങിയല്ലേ കിടക്കുന്നുണ്ട്. ഇതിൽ MTB കൊണ്ട് അടിച്ച് വന്നാലും തെന്നി അങ്ങ് പോണാണോ? ഈ സ്റ്റെപ്പ് നമ്മുടെ ടവറിലേക്കല്ലേ? ടവറിലേക്ക് അവിടെ വരെ ഉള്ളൂ. യെസ്. ഇതാണ് മലമുകളിലെ പള്ളിയല്ലേ? അപ്പോൾ കാര്യം പറഞ്ഞാൽ ഏലയൊക്കെ കൊഴിഞ്ഞ് മറ്റെല്ലാം ഉണക്ക കരിയിലിങ്ങനെ കിടക്കുന്നുണ്ടേ. തെന്നലുണ്ട്, പക്ഷെ ഒരു നല്ല രസമായിട്ടത് കാണാൻ. ഇങ്ങനെ അവസാനത്തെ കുരിശെത്തിയല്ലേ. അങ്ങനത്തെ നമ്മൾ ടോപ്പ് പോയിന്റിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ പള്ളി ഷെഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഇവിടെയാണ് ഒരു വലിയ കുരിശ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു പാറയൊക്കെ ആയിട്ട് ചെറിയ വ്യൂ പോയിൻ്റ് പോലെ, ചെറുതല്ല നല്ല വ്യൂ പോയിൻ്റ് കേട്ടോ. ഷൂവിൻ്റെ അടിയിൽ നിന്നൊക്കെ ഓരോന്ന് വിട്ട് തുടങ്ങി ബ്രോ. അങ്ങനത്തെ നമ്മൾ മണിയന്ത്രമുടിയുടെ ടോപ്പിലെത്തി. അതുകൊണ്ട് ഇതാണ് ആ ഒരു വ്യൂ. അപ്പോൾ ഈ ഒരു കുറച്ച് മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതേ നമുക്ക് കറക്റ്റ് അവിടെ നിന്നുള്ള വ്യൂ കാണാം കേട്ടോ. ആ സൈഡിൽ കുറച്ചുകൂടി ഒരു മഞ്ഞുണ്ട്, ക്ലൗഡ് ബെഡൊന്നും അല്ല കേട്ടോ. അതേ ദൂരെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ചെറിയൊരു മഞ്ഞിൻ്റെ എഫക്റ്റ്. അപ്പോൾ ദേ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വാഴക്കുളം ടൗൺ കാണാം. ചക്കിപ്പാറ നമ്മുടെ വൈശാഖ് ബ്രോ കഴിഞ്ഞ ദിവസം പോയി കയറിയിട്ടുണ്ടായിരുന്നു. ചക്കിപ്പാറ കാണാം. പിന്നെ അത് അങ്ങോട്ട് കാണുന്നതാണ് മൂവാറ്റുപുഴ. അപ്പോൾ അവിടെ ഒരു ചെറിയ ഫ്ലാറ്റൊക്കെ കാണാം കേട്ടോ. നമ്മൾ കൂത്താറിലോ അല്ലെങ്കിൽ മീൻകുന്നൊക്കെ കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴ എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു ഫ്ലാറ്റാണ്. ആ ഒരെണ്ണം മാത്രം തല ഉയർത്തി നിൽപ്പുണ്ട്. പിന്നെ അതേ നോക്കുകയാണെങ്കിൽ നല്ല വ്യൂ കേട്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ നല്ല കിഡ് വ്യൂ, നമുക്ക് അങ്ങോട്ടും പോകാം. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഇതൊരു കുരിശുമലയാണ്. പക്ഷേ ഇത് എറണാകുളം ജില്ലയിൽ നമ്മുടെ മലയാറ്റൂർ കഴിഞ്ഞാൽ ഏറ്റവും ഹൈറ്റുള്ള പാറയാണെന്നാണ് പറയുന്നത്. ഏറ്റവും ഹൈറ്റുള്ള മുടിയെന്നാണ് പറയുന്നത്. അതെ നമ്മുടെ പാറമടയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്. അപ്പോൾ ഒരു 10-15 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും ഇവിടെയൊക്കെ ഫുള്ള് ഏകദേശം ഒരു പാറമടയാവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയതോ അവിടെ ഒരു പാറ കണ്ടോ, ഒരു സിംഗിൾ പാറ. നമ്മൾ അവിടെ വരെ ഒന്ന് പോകാൻ ശ്രമിക്കുമല്ല പോവും. നല്ലൊരു ഫ്രെയിം ആട്ടോ. രണ്ട് മരങ്ങളുടെ ഈ ശിഖരത്തിൻ്റെ ഇടയ്ക്കൂടെ കൊള്ളാം ബ്രോ, നല്ല രസമുണ്ട്. അങ്ങോട്ട് പോണം. ഞാൻ നോക്കുമായിരുന്നു.
അപ്പോൾ ദേ നമ്മളാ പാറയുടെ മേലിലെത്തിട്ടോ. ബ്രോ 2 സ്നാപ്പ് എടുക്കാവോ? ഇത് കണ്ടോ ഈ കുഞ്ഞി പാറകൾ വന്നിട്ട് ഇവിടെ നല്ല രസം കേട്ടോ. ഇവിടെ താഴെ കൊക്കെ കേട്ടോ. എൻ്റെ മോനെ, ഇതൊക്കെയാണ് ഹാപ്പിനെസ്. രാവിലെ സൈക്കിൾ ചവിട്ടി ഉള്ള മലയൊക്കെ കയറി വന്നിട്ട് ദേ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഒന്നും പറഞ്ഞറിയിക്കും മേല. ഒരു ഹെൽമെറ്റ് മാത്രം കാണാം അതിൻ്റെ ഇടയ്ക്കൂടെ. യെസ്. അപ്പോൾ ദേ ഈ താഴത്തെ പാറയുടെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതാണ് സൺറൈസ് അവിടെ നിന്നായിരുന്നു. ഇതോടെ ഒരു ടവറൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ദേ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മണിയന്ത്രമുടി. ഓക്കെ, ബൈ ബൈ. നമ്മളിത് തിരിച്ച് പോവാം കേട്ടോ. വൈശാഖ് ബ്രോ സൈക്കിൾ ചുമന്നുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ പിന്നെ വണ്ടി കുരിശിൻ്റെ അവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പം ഇനി ഇവിടുന്ന് തിരിച്ച് കുറച്ച് ഡൗൺ ഹില്ല് നമ്മൾ പൊക്കിക്കൊണ്ട് പോകും. അതെ, എന്നിട്ട് പിന്നെ താഴെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ച് ചവിട്ടി ഇറങ്ങി പോകാം. എന്നിട്ട് നേരെ താഴെ എവിടെയെങ്കിലും ചെന്ന് ഇച്ചിരി ഫുഡ് മേടിക്കുക, എന്നിട്ട് വീട്ടിലേക്ക് പോവുക. ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നമാണോ? ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങിയാൽ മതി, പക്ഷേ എഫർട്ട് കുറവ് മതിയായിരിക്കും. അതെ അതെ, ഭയങ്കര സൂക്ഷിച്ചിറങ്ങണം. ഇത് നമ്മുടെ ബിനോയ് ചേട്ടൻ പറഞ്ഞ പോലെ ആരെങ്കിലും നോക്കുമ്പോൾ ഇതേ 2 വട്ടന്മാർ പോകണം. നമുക്ക് ചവിട്ടാറുള്ള സ്ഥലമായി. ഇനിയിപ്പോൾ പയ്യെ, പക്ഷേ നമ്മൾ ചവിട്ടിയല്ല കേട്ടോ ഇറങ്ങുന്നത്. പറഞ്ഞ ഡൗൺ ഹിൽ അടിച്ചിറങ്ങാനല്ല, പയ്യെ ആ ഫ്ലോയ്ക്ക്. ഇപ്പം എൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കണമെങ്കിൽ സൗണ്ട് കേൾക്കും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ലോക്കൽ കട്ടയായോണ്ടേ. കണ്ടോ? നമ്മുടെ വഴി എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. നമ്മൾ വന്ന വഴിയല്ല. ഓ, ഈ വഴി വന്നിരുന്നെങ്കിൽ നമുക്ക് ചവിട്ടി കയറി പോരായിരുന്നു കേട്ടോ. ഇച്ചിരി കയറ്റം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ വഴിയുണ്ട്. ഇവിടെ നിന്ന് നല്ല ടാറിങ്ങല്ലേ. നമ്മളിവിടെ എഴുന്നേറ്റൊക്കെ നിന്ന് ചവിട്ടുമ്പോൾ വൈശാഖ് ബ്രോ ഇരുന്ന് ചവിട്ടി കയറി പോവാ. അപ്പോൾ നമ്മൾ രാവിലെ തിരിഞ്ഞു പോയ സ്ഥലം ഇതാട്ടോ. ആ കടയൊക്കെ തുറന്നിട്ടുണ്ട്, ഡോറയുടെ പടമുള്ള. അപ്പോൾ ഇതിപ്പോൾ മാറിയ കേട്ടോ സ്ഥലം. മാറിയ കുട്ടിക്കാല നമ്മുടെ വൈശാഖ് ബ്രോയുടെ ഒക്കെ ഏകദേശം വീടിൻ്റെ അടുത്താട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾ രണ്ട് വഴിക്ക്. ഓക്കെ ബ്രോ? ഓക്കെ.